നമസ്കാരം. ട്രംപിനെ വേരോടെ പിഴുതെറിയാൻ ശേഷിയുള്ളതാണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ. കേസിലെ കുപ്രസിദ്ധമായ ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അവ വലിയ കോളിളക്കമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രാഷ്ട്രീയമായി കടുത്ത വെല്ലുവിളികളാണ് പുറത്തുവരുന്ന ഓരോ വിവരവും ഉയർത്തുന്നത്. ട്രംപിന് എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്ന് ഭൂരിപക്ഷം അമേരിക്കക്കാരും വിശ്വസിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എപ്സ്റ്റൈൻ എസ്റ്റേറ്റിൽ നിന്നുള്ള 10,000-കണക്കിന് ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തവ ഹൗസ് ഡെമോക്രാറ്റിക് പുറത്തുവിട്ടതോടെയാണ് കാര്യങ്ങളുടെ ഗതി മാറിയത്. ഈ ചിത്രങ്ങൾ ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, സ്റ്റീവ് ബാനർ, റിച്ചാർഡ് ബ്രാൻസൺ തുടങ്ങിയ പ്രമുഖർ എപ്സ്റ്റീനൊപ്പമുണ്ട്. ഈ വ്യക്തികളെ ആരെയും നിയമപരമായി കുറ്റാരോപിതരായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ ബന്ധങ്ങൾ പൊതുജന മധ്യത്തിൽ വീണ്ടും ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ചിത്രങ്ങളെക്കാൾ ഞെട്ടലുണ്ടാക്കിയത് ഒരു പുതിയ റോയിട്ടേഴ്സ് ഇപ്സോസ് പോൾ ഫലമാണ്. ട്രംപിനെതിരായ പൊതുജനാഭിപ്രായം എത്രത്തോളം ശക്തമാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. എപ്സ്റ്റൈന്റെ കുറ്റകൃത്യങ്ങൾ പരസ്യമാക്കുന്നതിന് മുമ്പ് ട്രംപിന് അറിവില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് വെറും 18% മാത്രമാണ്. ട്രംപിന് അറിവില്ലായിരിക്കാൻ സാധ്യത തീരെയില്ല. അതായത് ട്രംപിന് അറിവുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ 60%. ഇത് 3 ഇരട്ടിയിലധികവും വരും. ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കാരായ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ പോലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു എന്ന് കരുതുന്നവർ 39%, അറിവില്ലായിരുന്നു എന്ന് കരുതുന്നവർ 34%. മാത്രമല്ല, ജൂലൈയിൽ നടന്ന യാഹൂ ന്യൂസ് യുഗോവ് സർവേ പ്രകാരം ഏകദേശം പകുതിയോളം അമേരിക്കക്കാർ, അതായത് 48% പേർ ട്രംപ് എപ്സ്റ്റീനൊപ്പം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ്. 3-4 അമേരിക്കക്കാരും 75% ട്രംപിന് ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന സാധ്യത തള്ളിക്കളയുന്നില്ല. ട്രംപ് എപ്സ്റ്റൈൻസ് കേസിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പൊതുജനം അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ട്രംപിന്റെ മുൻകാല പ്രവർത്തനങ്ങളും പ്രസ്താവനകളും ഒരുപോലെ കാരണമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ, അല്ലെങ്കിൽ പറയാൻ. എപ്സ്റ്റൈനുമായുള്ള തന്റെ മുൻ ബന്ധത്തെക്കുറിച്ച് ട്രംപ് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയും വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എപ്സ്റ്റൈന്റെ സഹായിയായ ഗിസ്ലൈൻ മാക്സ്വെൽ ട്രംപിന്റെ മറാ-ലാഗോ ക്ലബിലെ പ്രായപൂർത്തിയാകാത്ത ജീവനക്കാരിയെ വിർജീനിയൻ ജിഫ്രൂട്ടിലൂടെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ട്രംപ് വൈകിയാണ് വെളിപ്പെടുത്തിയത്. 2019 എപ്സ്റ്റൈൻസിലെ ഇമെയിലുകൾ ട്രംപിനെ കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട്. അവന് പെൺകുട്ടികളെ കുറിച്ച് തീർച്ചയായും അറിയാമായിരുന്നു എന്നാണ് മാക്സ്വെല്ലിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എപ്സ്റ്റൈൻ പറയുന്നത്. ഇവയെല്ലാം ട്രംപിന് എന്തോ ഒളിക്കാനുണ്ട് എന്ന പൊതുധാരണ കൂടുതലായി ബലപ്പെടുത്തുന്നുണ്ട്. സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ഭാഗത്ത് തെറ്റ് തെളിയിക്കുന്ന സ്മോക്കിംഗ് ഗൺ അഥവാ നിർണായകമായ തെളിവ് എന്നൊന്ന് ഇല്ലെങ്കിൽ പോലും എപ്സ്റ്റൈൻ ഫയലുകളുടെ തുടർച്ചയായ പ്രകാശനം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ദോഷം ചെയ്യുമെന്ന് തന്നെയാണ്. ട്രംപിനെ കുറിച്ച് മോശമായത് വിശ്വസിക്കാൻ അമേരിക്കക്കാർക്ക് നേരത്തെ തന്നെ തയ്യാറാണ്. എന്നാൽ ഈ ഫയലുകൾ, അനുബന്ധ സംഭവങ്ങളും അദ്ദേഹത്തിന് എന്തോ ഒളിക്കാനുണ്ട് എന്ന തോന്നൽ പൊതുജനത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ചു കൂട്ടുന്നു. നീതിന്യായ വകുപ്പ് കോൺഗ്രസിന് കൈമാറേണ്ട സുപ്രധാന രേഖകൾ പുറത്തുവിടാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ കണക്കുകൾ ട്രംപിന് ശുഭകരമല്ല. എപ്സ്റ്റൈൻ ഫയലുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിലും സൃഷ്ടിക്കുന്ന കോളിളക്കങ്ങൾ ഉടൻ കെട്ടടങ്ങില്ല എന്ന് തന്നെ വേണം കരുതാൻ.